ക്രിസ്തുദർശനം എന്ന ഈ പരിപാടിയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്പാനിഷ് എഴുത്തുകാരിയായ ക്രിസ്റ്റബൽ ഷ്മിഡ്റ്റ് എഴുതിയ ജെനിവീവ എന്ന ലഘു നോവലാണ് നമ്മൾ ഈ ആഴ്ച വിശകലനം ചെയ്യുന്നത്. ഇത് കൊച്ചു കുട്ടികൾക്കായി എഴുതിയ ഒരു നോവലാണ്. പക്ഷേ അനേക ലക്ഷം ജനങ്ങൾ വ്യത്യസ്ത ഭാഷകൾ ഈ നോവൽ വായിച്ചിട്ടുണ്ട്. വിശ്വാസവും ഭക്തിയും പ്രാർത്ഥനയും എങ്ങനെ ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നു, പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ എങ്ങനെ വിശ്വാസവും പ്രാർത്ഥനയും നമ്മെ സഹായിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു നോവലാണിത്. ജർമ്മനിയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്, ഏതാണ്ട് 13-ാം നൂറ്റാണ്ടിൻ്റെ അടുത്ത കാലത്ത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വെളിച്ചം ജർമ്മനിയിൽ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ബാർബൻഡി പ്രഭുവിൻ്റെ മകളായിട്ടാണ് ജെനിവീവ ജനിക്കുന്നത്. അദ്ദേഹം വലിയ സമ്പന്നനാണ്, രാജാവിൻ്റെ അടുത്ത വിശ്വസ്തനുമാണ്. ഇടയ്ക്കിടയ്ക്ക് രാജാവ് യുദ്ധത്തിന് ഇദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെ വളരെ സമ്പന്നതയിൽ ജീവിച്ച മാതാപിതാക്കളുടെ ഏക മകളായിട്ടാണ് ജെനിവീവ ജനിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ജനിക്കുന്നവർ വളരെ ധിക്കാരികളായിട്ടും അഹങ്കാരികളായിട്ടും തീരുകയാണ് പതിവ്. പക്ഷേ ജെനിവീവയെ മാതാപിതാക്കൾ നല്ല ക്രിസ്തീയ വിശ്വാസത്തിലാണ് വളർത്തിയത്. മാത്രമല്ല അവരെ നല്ല സ്വഭാവം, വേലക്കാരോടും മറ്റ് വീട്ടിൽ കൊട്ടാരത്തിൽ വരുന്ന എല്ലാവരോടും വളരെ നന്നായി പെരുമാറാനും നന്നായി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. അപ്പോൾ അവൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. സാധാരണഗതിയിൽ ജനങ്ങളുടെ പൊതു സ്വഭാവമാണ് എന്തെങ്കിലും ഒരു അത്യാപത്തുണ്ടാകുമ്പോൾ, അത്യാവശ്യം വരുമ്പോൾ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വീടിന് തീ പിടിച്ച ഒരാളുടെ കാര്യം പോലെ തൻ്റെ വീടിന് തീ പിടിച്ചെന്ന് കണ്ട് അയാൾ നിലവിളിച്ചു, എൻ്റെ വീട് കത്തിപ്പോയേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചെന്ന് പറഞ്ഞു, അല്ല നിങ്ങളെന്തിനാണ് വെറുതെ നിലവിളിക്കുന്നത്? നിങ്ങളുടെ വീട് ഇന്നലെ നിങ്ങളുടെ മകൻ കച്ചവടമാക്കിയായിരുന്നല്ലോ, വേറെ ആൾക്ക് വിറ്റിരുന്നല്ലോ. അത് കേട്ടപ്പോൾ അയാൾ കരച്ചിൽ നിർത്തി. അപ്പോഴാണ് മകൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ ആ കച്ചവടം നടന്നില്ല, ഇന്നലെ കച്ചവടം നടന്നില്ല, കച്ചവടം മാറിപ്പോയി. ഇത് കേട്ടപ്പോൾ ഇയാൾ വീണ്ടും നിലവിളിച്ചു, എൻ്റെ വീട് കത്തിപ്പോയേ എന്ന് പറഞ്ഞ്. ഏതാണ്ട് ഇതുമാതിരിയാണ് പലരുടെയും പ്രാർത്ഥന. അത്യാവശ്യം വരുമ്പം മാത്രം ദൈവത്തെ ഓർത്ത് നിലവിളിക്കുക. എന്നാൽ ജെനിവീവ അങ്ങനെയല്ല. തൻ്റെ സുഖത്തിലും സന്തോഷത്തിലും അവൾ ദൈവത്തെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ല വ്യക്തിയായിട്ട്, സ്വഭാവഗുണമുള്ള ഒരു കുട്ടിയായിട്ട് അവൾ വളർന്നു വന്നു. ഈ സമയത്ത് ഈ ബാർബൻഡി പ്രഭുവിന് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. യുദ്ധത്തിൽ അദ്ദേഹത്തിന് മുറിവ് പറ്റി. അപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചത് സിഗ്ഫ്രെഡ് എന്നു പേരായ മറ്റൊരു യുവ യോദ്ധാവാണ്. അയാളും ഒരു പ്രഭുവാണ്. അപ്പോൾ യുദ്ധാനന്തരം ബാർബൻഡി പ്രഭു സിഗ്ഫ്രെഡിനെ സ്വന്തം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി. സിഗ്ഫ്രെഡിൻ്റെ ധീരതയും സ്വഭാവ മഹിമയും എല്ലാം കണ്ട് ജെനിവീവയുടെ മാതാപിതാക്കൾ അവളെ ഈ സിഗ്ഫ്രെഡിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സിഗ്ഫ്രെഡിൻ്റെ വീടും മറ്റുമൊക്കെ വളരെ ദൂരെയാണ്. അങ്ങനെ വിവാഹം നടന്നു. അപ്പോൾ മാതാപിതാക്കൾ വളരെ വ്യസനത്തോടു കൂടിയാണ്, ഏക മകളെ പിരിയുന്നത് വളരെ വ്യസനമുള്ള കാര്യമാണ്. എങ്കിലും അവളെ അനുഗ്രഹിച്ചു. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, അവൾക്ക് ഒരു ഉപദേശം കൊടുത്തു. ദൈവത്തിൻ്റെ മുമ്പിൽ ലജ്ജ തോന്നുന്ന ഒരു കാര്യവും നീ ചെയ്യരുത്. അത് അവൾക്ക് കൊടുത്ത ഒരു ഉപദേശമാണ്. അവിടുത്തെ ബിഷപ്പ് അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, പക്ഷേ നിൻ്റെ ജീവിതത്തിൽ അസാധാരണമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്, പതറരുത്, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്ന് ബിഷപ്പ് പറഞ്ഞു. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി ഭർത്താവിനൊപ്പം ജെനിവീവ സിഗ്ഫ്രെഡിൻ്റെ കൊട്ടാരത്തിൽ എത്തി. അവിടെയും അവൾ അവിടുത്തെ വേലക്കാരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറി. മാത്രമല്ല ഭർത്താവിനോട് പറഞ്ഞ വേലക്കാരുടെയൊക്കെ ശമ്പളം അവൾ വർദ്ധിപ്പിച്ചു കൊടുത്തു, ഇരട്ടിയാക്കി. അപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി. പിന്നെ അവരോടൊക്കെ ലോഹ്യം ചോദിക്കും. മുമ്പ് അങ്ങനെയുള്ള അനുഭവം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ എല്ലാ കാര്യങ്ങളിലും, സഹായം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും അവൾ സഹായിക്കാനെത്തും. ജോലികളിൽ അവർ ചെന്ന് സഹായിക്കും. അങ്ങനെ വേലക്കാർക്കെല്ലാം ജെനിവീവ വളരെ
സ്നേഹസമ്പന്നയും ബഹുമാന്യയുമായി. ഇങ്ങനെ കഴിയുമ്പോൾ വീണ്ടും അക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളുണ്ടാവും. സിഗ്ഫ്രിഡിന് യുദ്ധത്തിന് പോകേണ്ടി വന്നു. വളരെ വ്യസനത്തോടു കൂടിയാണെങ്കിലും ജെനിവീവ അയാളെ യാത്രയാക്കി. കാരണം യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. ഇയാളൊരു പട്ടാളത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ താൻ പോകുന്ന പ്രമാണിച്ച് കൊട്ടാര കാര്യങ്ങളെല്ലാം തൻ്റെ ഒരു സുഹൃത്തായ ഗോളോ എന്നു പേരായ ഒരാളെ ചുമതലപ്പെടുത്തി. ഇവിടുത്തെ തൽക്കാല ഭരണം, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു കാര്യസ്ഥൻ എന്നുള്ള ഒരു സ്ഥാനത്ത് ഗോലോയെ സിഗ്ഫ്രിഡ് നിയമിച്ചു. സിഗ്ഫ്രിഡ് യുദ്ധത്തിന് പോയി. പിന്നെ ഗോലോയുടെ ഭരണമാണ്. ഗോലോ ആള് വളരെ മുഖസ്തുതിക്കാരനാണ്. ആരെ കണ്ടു കഴിഞ്ഞാൽ, അധികാരികളെ കണ്ടാൽ അയാൾ മുഖസ്തുതി കൊണ്ട് വീഴ്ത്തിക്കളയും. അപ്പോൾ ഇയാളൊരു വളരെ സംസ്കാര സമ്പന്നനും പിന്നെ വളരെ സ്വഭാവ ഗുണമുള്ളവനുമാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. വാസ്തവത്തിൽ ശുദ്ധഹൃദയനായ സിഗ്ഫ്രിഡും ഇയാളുടെ മുഖസ്തുതിയിൽ വീണുപോയതാണ്. പക്ഷേ ഇയാൾ ഉള്ളിലൊരു കള്ളനാണ്. അപ്പം ആരുമില്ലെന്നായി തൻ്റെ കയ്യിൽ അധികാരം വന്നുവെന്ന് കണ്ടപ്പോൾ പതുക്കെ ഗോളോ ജെനീവീവയുടെ അത്യധികമായിട്ടുള്ള സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉന്നതമായിട്ടുള്ള ധാർമ്മിക ബോധമുള്ള ഈശ്വര ഭയമുള്ള ജെനീവീവ ഇയാളുടെ പ്രലോഭനങ്ങളെ ചെറുത്തു നിന്നു. മാത്രമല്ല, കൊട്ടാരത്തിൽ മുഴുവൻ ഇയാളുടെ ദുർഭരണമാണ്. പണം വെട്ടിപ്പ്, അതായത് പണമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുന്ന ഏതൊരവസരവും അയാൾ ഉപയോഗിക്കും. ഇയാളുടെ ദുഷ്ചെയ്തികളെപ്പറ്റി ജെനീവീവ ഭർത്താവിന് കത്തുകൾ എഴുതുന്നുണ്ട്. ഈ കത്തുകളൊന്നും ഭർത്താവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ മുടക്കിക്കളയും ഇയാൾ. അപ്പോൾ തൻ്റെ ഭർത്താവിന് ഇയാളിൽ നിന്നുള്ള ശല്യത്തെപ്പറ്റി ജെനീവ ഒരിക്കലും ഒരു കത്തെഴുതി. തന്നെ പ്രലോഭിപ്പിക്കുകയും തന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യവും ഒരു കത്തെഴുതി മറ്റൊരു സുഹൃത്തായ ഡ്രാക്കോയുടെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. പക്ഷേ ഈ ഡ്രാക്കോയെ വിളിപ്പിക്കുന്നതും മറ്റുമൊക്കെ ഗോളോ ഒളിച്ചിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ചാരന്മാരുണ്ട് അവിടെ. വേലക്കാരെ മുഴുവൻ അയാൾ ശത്രുക്കളാക്കിയെങ്കിലും പണം കൊടുത്ത് ചിലരെ അയാൾ വശത്താക്കി വെച്ചിട്ടുണ്ട്. ചാരന്മാർ മുഖേന ഗോളോ അറിയുകയും ഈ കത്ത് കൈമാറുന്ന ഘട്ടത്തിൽ അയാൾ ആ മുറിയിലേക്ക് ഒരു വാളുമായി ചാടി വീഴുകയും ഡ്രാക്കോയെ വെട്ടി വീഴ്ത്തുകയും ചെയ്തു. മാത്രമല്ല, വേലക്കാരെയെല്ലാം വിളിച്ചു നിർത്തി പറഞ്ഞു, ഇവരിവിടെ അഭിഹിതം നടന്നിരിക്കുന്നു. ഇവൾ വഴിപിഴച്ചവളാണ്, പ്രഭുവിൻ്റെ ഭാര്യ ജെനീവീവ വഴിപിഴച്ചവളാണ് എന്ന് പറഞ്ഞ് അവളെ അവിടുത്തെ ഒരു കോട്ടയിൽ തന്നെയുള്ള ഒരു ഗോപുരത്തിലെ തുറുങ്കിൽ അടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ഈ വിവരത്തിന് അയാൾ ഭർത്താവായ സിഗ്ഫ്രിഡിന് കത്തെഴുതുകയും ചെയ്തു. സിഗ്ഫ്രിഡ് പെട്ടെന്ന് ഈ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, മുൻവിചാരമില്ലാത്ത ആളാണ്. സിഗ്ഫ്രിഡിന് ആകെ ദേഷ്യം വന്നു. അവളെ ജയിലിടണം, കൊന്നുകളയണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ജെനീവീവയുടെ ഈ ജയിൽവാസം ആരംഭിച്ചു. അവൾക്ക് ഒരു ദിവസം വല്ല നേരം ഒരു ഭക്ഷണം കൊടുത്താലായി. യാതൊരു സൗകര്യമല്ല. ഇതുവരെ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ച അവൾ പെട്ടെന്ന് ഒന്നുമില്ലാത്തവളായി തടവറയിൽ കഴിയുകയാണ്. പക്ഷെ അവൾ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഷ്ടതയിലും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, അവൾ അപ്പോൾ ഗർഭിണിയുമായിരുന്നു. ഈ ഗർഭത്തിൻ്റെ ആലസ്യവും അവിടുത്തെ ഈ തടവറയിലെ ഈ യാതൊരു സുഖസൗകര്യവുമില്ലാത്ത ജീവിതവും എല്ലാം കൂടി അവളെ വളരെയധികം കഷ്ടപ്പെടുത്തി. പക്ഷേ അവൾ ദൈവം തൻ്റെ സഹായത്തിനുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ഗോളോ പിന്നെ അവളെ പ്രലോഭിപ്പിക്കും. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ മോചിപ്പിക്കാം. പക്ഷേ ഇവൾ ഒരിക്കലും വഴങ്ങിയില്ല. അയാളുടെ ഇംഗിതത്തിന് വഴങ്ങിയാൽ തനിക്ക് മോചനം കിട്ടുമെന്നറിയാമായിട്ടും അത് ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് തൻ്റെ അമ്മ പറഞ്ഞ വാക്യങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ലജ്ജിക്കുന്ന ഒരു പ്രവൃത്തി നീ ചെയ്യരുത് എന്ന അമ്മ പറഞ്ഞ ഉപദേശവും അവളുടെ മനസ്സിലുണ്ട്. അവൾ വഴങ്ങിയില്ല. അങ്ങനെ അവൾ പൂർണ്ണ ഗർഭിണിയായി ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവളൊരു കുട്ടിയെ പ്രസവിച്ചു. ഗോലോ ഇവളെ വഴിപ്പെടുത്താനാവുന്ന ശ്രമിച്ച് പരാജയപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് സിഗ്ഫ്രിഡിന് ഒരു കത്തയച്ചു. ഇവളെ കൊന്നുകളയാനായിട്ട് സിഗ്ഫ്രിഡ് മറുപടി അയച്ചു. ഇതൊന്നും ജെനീവീവ അറിയുന്നില്ല. ഒരു ദിവസം രാത്രിയിലെ ജയിലറുടെ മകൾ ബെർത്ത എന്നു പേരായൊരു പെൺകുട്ടി കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് ജനലിലൂടെ വന്ന് ഇവളോട് പറഞ്ഞു, ഇവർക്കെല്ലാം ജെനീവീവയെ ഇഷ്ടമാണ്. ജെനീവീവ, നീ സൂക്ഷിക്കണം.
നിന്നെയും കുട്ടിയെയും കൊന്നുകളയാനുള്ള ആണ് കൽപ്പന. ഏത് നിമിഷവും നിന്റെ ഘാതകർ ഇവിടെ എത്താം. അപ്പോൾ ജനീവ ആകെ പരിഭ്രാന്തിയായി. പെട്ടെന്ന് പറഞ്ഞു, നീ എനിക്കൊരു ഉപകാരം ചെയ്യൂ, കുറച്ചിട്ട് കടലാസും ഒരു പേനയും കൊണ്ടുവരൂ. ഉടനെ ഈ ബെർത്ത ഇവിടുന്ന് കുറച്ച് കടലാസും പേനയും സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. ബെർത്ത കൊണ്ടുവന്ന കടലാസിൽ അവൾ തൻ്റെ നിഷ്കളങ്കത തെളിയിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവായ സിഗ്ഫ്രിഡിനൊരു കത്തെഴുതി. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങേക്ക് എൻ്റെ നിഷ്കളങ്കത ബോധ്യമാകും, ഗോളോയുടെ തട്ടിപ്പ് മനസ്സിലാവും, ചതിയനാണെന്ന് അങ്ങേക്ക് മനസ്സിലാവും. പക്ഷെ ആ സമയത്തും അയാളോട് ക്രൂരമായി പെരുമാറരുത്, അയാളോട് ക്ഷമിക്കണം എന്നാണ് ഈ കത്തിൻ്റെ ചുരുക്കം. ബെർത്തയ്ക്ക് കത്ത് കൈമാറി. അങ്ങനെ തൻ്റെ മരണവും കാത്ത് തടവറയിൽ അവൾ കഴിയുകയാണ്. അപ്പോൾ ഘാതകരെത്തി. മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്നവളോട് പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ മകനെ, കുട്ടി ഉണ്ടല്ലോ, ഇല്ല, നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വരൂ എന്ന് പറഞ്ഞ് ഈ ഘാതകർ രണ്ടുപേരും അവളെ തടവറയിൽ നിന്ന് വിളിച്ചിറക്കി. ഈ ഘാതകരുടെ കൂടെ അവരുടെ വലിയ വേട്ട നായുമുണ്ട്. ഇവരെല്ലാവരും കൂടി കാട്ടിൻ്റെ ഉൾക്കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിൽ വെച്ച് വെട്ടിക്കൊല്ലാനാണ് പരിപാടി. അപ്പോൾ ഇവൾ കരഞ്ഞപേക്ഷിച്ചു, എന്നെ കൊല്ലരുത്, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവളാണ്. പക്ഷേ ഈ പ്രാർത്ഥനകളൊന്നും ഈ ആവശ്യങ്ങളൊന്നും അവർക്ക് അംഗീകരിക്കാനാവുകയില്ല. കാരണം ഇവളെ കൊല്ലാതെ എന്ന് കഴിഞ്ഞാൽ ഗോല ഇവരെ കൊല്ലും. എങ്കിലും ഇവളുടെ നിരന്തരമായ അഭ്യർത്ഥന കേട്ടപ്പോൾ അതിലൊരാൾക്കൊരു മനച്ചാഞ്ചല്യം. കാരണം ഇത്രയും കാലം തങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഇവളെ എങ്ങനെ വെട്ടിക്കൊല്ലും? ഉടനെ മറ്റേയാൾ പറഞ്ഞില്ല, ഞാൻ കൊല്ലാം എന്ന്. പക്ഷേ കൊല്ലാൻ ഓങ്ങിയപ്പോൾ അയാൾക്കും ഒരു ചാഞ്ചല്യം. അവസാനം എന്താ ചെയ്യുക? അപ്പോൾ ഇവൾ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും പുറത്തു വരികയില്ല, ഞാനിങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു മനുഷ്യരും അറിയുകയില്ല, എൻ്റെ കുട്ടിയെ ഓർത്തെങ്കിലും ഞങ്ങൾ ഇവിടെ കാട്ടിൻ്റെ ഉള്ളിൽ ജീവിച്ചു കൊള്ളാം, നിങ്ങൾക്കൊരു ആപത്തും ഉണ്ടാവില്ല, ഞങ്ങൾ പുറത്ത് വന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് ആപത്തുള്ളൂ. അവസാനം ഈ ഘാതകർ ജനീവിവയെ കൊണ്ട് സത്യം ചെയ്യിച്ചു, ഒരു കാരണവശാലും ഈ വനത്തിൽ നിന്ന് പുറത്തു പോവുകയോ ഇക്കാര്യം മറ്റൊരാൾ അറിയുകയോ ചെയ്യുകയില്ല. ആ ഒരു വ്യവസ്ഥയിൽ അവളെ കൊല്ലാതെ വിട്ടു. മാത്രമല്ല, ഇവളെ കൊന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൊണ്ട് കൊടുക്കണമല്ലോ ഗോലോയ്ക്ക്. അതിനിപ്പോൾ എന്താ മാർഗം? ഉടനെ കൂടെ ഉണ്ടായിരുന്ന ആ പട്ടിയെ വെട്ടിക്കൊന്ന് അതിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോയി. അങ്ങനെ ഈ ഘാതകർ കണ്ണുകളുമായിട്ട് ഗോളയെ സമീപിച്ചു. അപ്പോൾ ഗോലോ ആകെക്കൂടിയുള്ളൊരു മാനസിക വിഭ്രാന്തിയിലാണ്. ഇവിടെ കൊല്ലാനും പറഞ്ഞു പോയി, ആകെക്കൂടി വല്ലാത്ത താൻ വലിയൊരു തെറ്റാണ് ചെയ്തതെന്നുള്ളൊരു തോന്നലും. അയാൾ പറഞ്ഞു, എനിക്കൊരു തെളിവും കാണണ്ട, അവളുടെ കണ്ണുകൾ കൊണ്ടക്കള എന്ന് പറഞ്ഞു. പിന്നെ ഗോളയുടെ ദുർഭരണം പഴയതുപോലെ അവിടെ തുടരുകയും ചെയ്തു. ഈ സമയത്ത് ഈ സിഗ്ഫ്രിഡ് മുറിവേറ്റ് കിടക്കുകയായിരുന്നു. ആ മുറിവ് കരിയാനായിട്ട് അന്ന് പഴയ കാലമാണ്, യുദ്ധത്തിലേറ്റ മുറിവ് അത് കരിയാനായിട്ട് വളരെ കാലമെടുത്തു. ഈ സമയം കാട്ടിലൂടെ ജനീവ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് തൻ്റെ കുട്ടിയായിട്ട്. ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് നേരം വെളുപ്പിച്ചു. അപ്പോൾ ഒന്നുമില്ല, ഒരു പഴയ വസ്ത്രമല്ലാതെ മറ്റൊന്നും അവൾക്കില്ല. അപ്പോൾ കുട്ടിയാണെങ്കിൽ ഉണർന്ന് കരയുന്നുണ്ട്. എന്തെങ്കിലും അപ്പോൾ കാട്ടിലൂടെ നടന്ന് വല്ല കിഴങ്ങുകളും മറ്റും കിട്ടും നോക്കി. അപ്പോൾ ഈ മഞ്ഞ് വീണിട്ട് മണ്ണ് കാണാൻ കൂടിയില്ല. അവൾ വളരെ വിഷമിച്ച് നഖം കൊണ്ട് മണ്ണിലൊക്കെ മാന്തി. അപ്പോൾ അങ്ങനെ കൈയെല്ലാം മുറിഞ്ഞ് രക്തം ഒലിക്കാൻ തുടങ്ങി. എങ്കിലും ചില കിഴങ്ങെല്ലാം കിട്ടി. ആ കിഴങ്ങ് കുറച്ച് ഇവൾ തിന്നു, ബാക്കി ചവച്ചിട്ട് ആ കുട്ടിക്ക് കൊടുത്തു. കുട്ടിക്ക് ചവയ്ക്കാൻ വയ്യല്ലോ. അങ്ങനെ ഇവരിങ്ങനെ കഴിയുകയാണ്. അപ്പോൾ ഇവൾ അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ നടന്ന് ഒരു പാറക്കൂട്ടത്തിനിടയിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടു. ഈ ഗുഹയിലേക്ക്, അപ്പോൾ അവിടെ 2-3 ആൾക്ക് താമസിക്കാൻ പറ്റിയ വലിപ്പമുള്ള ഒരു പാറക്കിടയിലുള്ള ഒരു ഗുഹയാണ്. ഇവൾ ആ ഗുഹയിലേക്ക് നൂണ്ട് കയറി. നമ്മൾ തൽക്കാലം ഒരു ചെറിയ സമാധാനം. മാത്രമല്ല അവിടെ ഒരു ഭാഗത്ത് വെള്ളം ഒഴുകുന്നുണ്ട്, അപ്പം വെള്ളവും കിട്ടും. പിന്നെ ഇവൾ അതിലെല്ലാം നടന്നിട്ട് ചില പഴങ്ങളൊക്കെ, ഈ കുമ്പളങ്ങ പോലെ ഉള്ള ഒരു കട്ടിയുള്ള തോടുള്ള ഒരു പഴമുണ്ട്, അത് വളരുന്നൊരു ചെടി അവിടെയുണ്ട്. അതിൻ്റെ പഴമൊക്കെ പറിച്ചെടുത്ത് പിന്നെ ചില പഴങ്ങളൊക്കെ പറിച്ച് ചില കാട്ടുകിഴങ്ങളൊക്കെ തിന്ന് അങ്ങനെ തൽക്കാലം വിശപ്പടക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു പേടമാൻ ഓടി വരുന്നു ഈ ഗുഹയിലേക്ക്. വാസ്തവത്തിൽ അതാ പേടമാനിൻ്റെ ആവാസസ്ഥാനമാണ്. അതിനൊരു കുട്ടി ഉണ്ടായിരുന്നു, അതിനെ
ചെന്നായ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ പേടമാൻ, അപ്പോൾ ഇവൾക്ക് ജനീവയ്ക്ക് മനസ്സിലായി പേടമാൻ്റെ അകിട്ടിൽ പാലുണ്ട്, അവളത് തൻ്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. മാത്രമല്ല ഈ പേടമാൻ്റെ പുറത്ത് ഇങ്ങനെ തലോടിയപ്പോൾ അതങ്ങ് ഇണങ്ങുകയും ചെയ്തു. ഇവൾ പുറത്ത് പോയപ്പോൾ പഴങ്ങളൊക്കെ പറിക്കാൻ പോയപ്പോൾ കുറച്ച് പച്ചപ്പുല്ല് കൊണ്ടുവന്ന് അതിന് കൊടുത്തു, അതങ്ങ് തിന്നുകയും ചെയ്തു. അങ്ങനെ അതവിടെ ഇണങ്ങി. അപ്പോൾ ഇവൾ ഈ കുമ്പളങ്ങ പോലെയുള്ള ആ കായുടെ ഒരു തൊണ്ട് സംഘടിപ്പിച്ച് പാല് കറന്ന് എടുക്കും. അങ്ങനെ ഈ പേടമാനുമായിട്ട് ഇണങ്ങിക്കൊണ്ട് ജീവിക്കുകയാണ്. പുറത്ത് പോയിട്ട് ചുറ്റി നടന്ന് ഈ കായികനികളിലൊക്കെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറി വന്നു, മഴക്കാലം പോയി വേനൽക്കാലം വന്നു, ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവളുടെ കുട്ടി പതുക്കെ നടന്നു തുടങ്ങി, പിന്നെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇവിടെ ജനീവ മറ്റൊരു കാര്യം കൂടി ചെയ്തു. കാട്ടിലൊരിടത്ത് നിന്ന് 2 ഉണങ്ങിയ ഒരു മരത്തിൻ്റെ കമ്പ് ഒടിച്ചെടുത്തിട്ട് അത് വെച്ച് കെട്ടി ഒരു കുരിശുണ്ടാക്കി തൻ്റെ ഗുഹയിൽ കൊണ്ടുവച്ചു. അതിൻ്റെ മുമ്പിൽ നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് അത്യാഹിതത്തിലും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളുടെ വസ്ത്രങ്ങളൊക്കെ അങ്ങ് കീറിപ്പറഞ്ഞു പോയി. ഇവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് പോരുമ്പം, ജയിലിൽ നിന്ന് പോരുമ്പം ഇട്ടിരുന്ന ഒരു വസ്ത്രമാണ്, മാറാനൊന്നുമില്ല. അപ്പോൾ ഈ മകൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കുള്ളത് ദൈവം തരും എന്ന് ഇവൾ പറയും. അങ്ങനെ ഇവളുടെ വസ്ത്രം തീരെ ഉപയോഗിക്കാൻ മേലാന്നൊരു ദിവസം ഇവളിങ്ങനെ അതിൽ നടന്നു പോകും. ജനീവ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെന്നായ ഒരാടിനെ കടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കൊന്ന് ഇങ്ങനെ കടിച്ചു പിടിച്ച് കൊണ്ടുപോവുകയാണ് തിന്നാനായിട്ട്. ഉടനെ ജനീവ അതിൻ്റെ പിന്നാലെ ഒരു വടിയുമായി ഓടിച്ചെന്ന് ചെന്നായെ തല്ലി ഓടിച്ച് ആടിൻ്റെ തോല് ഒരു പരന്ന കല്ല് കത്തിയാക്കി ഉപയോഗിച്ച് ഉരിച്ചെടുത്തു. എന്നിട്ട് ആ തോല് നല്ലപോലെ വെള്ളത്തിൽ കൊണ്ട് കഴുകി അവളതൊരു വസ്ത്രമാക്കി, തൻ്റെ വസ്ത്രമാക്കി മാറ്റി. അപ്പോൾ ഈ ജനീവയുടെ കുട്ടി ജനീവയെ കണ്ടിട്ട് അറിഞ്ഞില്ല, എന്തൊരു മൃഗമാണെന്നാണ് വിചാരിച്ചത്. പേടിച്ച് കരഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, മോനെ ഇത് ഞാനാണ്. അപ്പോൾ ഇവർ ഈ കാട്ടിലെ ജീവിതം ഇങ്ങനെ മുന്നേറുകയാണ്. ജനീവ തൻ്റെ മകന് ഡോളറിച്ച് എന്നാണ് പേരിട്ടത്. ദുഃഖത്തിൻ്റെ പുത്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അവനെ ഈ കാട്ടിലെ ജീവിതം, പൂക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇവരുടെയൊക്കെ ജീവിതം പഠിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല ജീവിതത്തിനാവശ്യമായ തത്വം അവന് പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം അവൻ ചോദിച്ചു, ഈ കുരിശ് കണ്ടിട്ട് ഇതെന്താണ് സംഭവം? ഉടനെ അവൾ പറഞ്ഞു, ഇത് യേശുവിൻ്റെ അടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്. അവൾ യേശുവിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഒക്കെ കഥ. അങ്ങനെ തികഞ്ഞ ആത്മീയതയിലാണ് ആ കുട്ടി വളർന്നു വന്നത്. പാപം എന്താണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് അങ്ങനെയുള്ള പാപങ്ങളൊന്നും കാണാത്താണല്ലോ. അപ്പോൾ അവൾക്ക് ഉദാഹരണ സഹിതം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. ഇവൻ ഈ കാട്ടിൽ ജനിച്ച് വളർന്ന, അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ കാട്ടിൽ വളർന്ന ആളായതുകൊണ്ട് അവന് ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ പറ്റി, ഡോളറിച്ചിന്. പക്ഷേ ജനീവ വലിയ സമ്പന്നതയിൽ വളർന്ന ആളാണ്. അവൾക്ക് ഈ കാട്ടിലെ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അവൾക്ക് രോഗം ബാധിച്ചു, താൻ മരിക്കുമെന്നുള്ള ഒരു ഘട്ടമെത്തി. അപ്പോൾ അവൾ മകനെ അരികിൽ വിളിച്ച് തൻ്റെ കഥ പറഞ്ഞു കേൾപ്പിച്ചു. മാത്രമല്ല തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിൽ എത്താനുള്ള വഴിയും കാട്ടിലൂടെ നടന്ന് അവരെവിടെ ഉണ്ട് അവരെ കണ്ടെത്താനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. മാത്രമല്ല തൻ്റെ കൈ കിടന്ന മോതിരവും ഊരി അവന് കൊടുത്തു. ഈ സമയത്ത് ഇവളിങ്ങനെ രോഗിയായി കിടക്കുന്ന സമയത്ത് സിഗ്ഫ്രഡ് യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തി. അപ്പോൾ വീട്ടിൽ നടക്കുന്ന അഴിമതികളെ പറ്റി അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ പറഞ്ഞ് ചില വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു. അദ്ദേഹം അപ്രതീക്ഷിതമായി ഒരു ദിവസം കൊട്ടാരത്തിൽ വന്ന് കയറി. ഇപ്പോൾ ഗോളോയുടെ സർവാധിപത്യമാണ് അവിടെ നടക്കുന്നത്. ഗോളോ വിചാരിച്ച് ഇയാൾ യുദ്ധത്തിൽ പോയി മുറിവേറ്റ് മരിച്ചു പോയിക്കോളുമെന്നാണ് ഗോളോ വിചാരിച്ചത്. അതുകൊണ്ട് ആരെയും കൂസാതെ ഗോളോ അവിടെ തൻ്റെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് സിഗ്ഫ്രഡ് വന്ന് കയറി. ഗോളോയുടെ ചെയ്തികളൊക്കെ അയാൾക്ക് മനസ്സിലായി. മാത്രമല്ല ജനീവയുടെ മുറിയിൽ ചെന്നു. അവൾ തനിക്ക് എഴുതി വച്ചിരിക്കുന്ന കത്തുകൾ അവിടെ നിന്ന് വായിച്ചു. ഉടനെ ഗോളോയെ ജയിലിലടയ്ക്കാൻ ഉത്തരവായി. കൊട്ടാരത്തിലെ കാര്യങ്ങളെല്ലാം പഴയപടിയാക്കി. മാത്രമല്ല ഭാര്യ മരിച്ചു പോയല്ലോ എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അവളുടെ സംസ്കാര ശുശ്രൂഷകളും നടത്തി, അതിൻ്റെയുള്ള ചടങ്ങുകളെല്ലാം അവിടെ വെച്ച് ഭംഗിയായിട്ടൊക്കെ നടത്തി. ഇങ്ങനെ കാലം പിന്നെയും കടന്നു. ഒരു ദിവസം ഇദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം നായാട്ടിന് പോയി കാട്ടിൽ. അങ്ങനെ ഒരു മൃഗത്തെ ഓടിച്ചോടിച്ച് ഒരു മാനിനെ
ഓടിച്ചോടിച്ച് ഇദ്ദേഹം ഒറ്റയ്ക്കായി. ഈ മാൻ ഓടിച്ചെന്നൊരു ഗുഹയിലേക്ക് കയറി. ഇദ്ദേഹം കൂടെ ചെന്ന് കയറി. അപ്പോൾ അവിടെ എന്തോ മൃഗം പോലെ എന്തോ ഒരു ജീവി. ഇതെന്ത് ജീവിയാണ് എന്ന് അയാൾ അത്ഭുതപ്പെട്ട്. ഇരുട്ടുമാണ്, കാരണം ആട്ടിൻ തോലണിഞ്ഞ ജെനിവീവയാണ് അവിടെ. അപ്പോൾ ജെനിവീവ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്, ജെനിവീവയാണ്. വിശ്വസിക്കാനായില്ല, ഇവൾ മരിച്ചുപോയെന്നാണല്ലോ ധരിച്ചിരുന്നത്. മാത്രമല്ല ഇവളുടെ ഈ വേഷവും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കോലം മുഴുവൻ മാറി. രോഗം ബാധിച്ച് കാട്ടിലെ അലഞ്ഞ് നടന്ന് ആകെ കോലം കെട്ടിരിക്കുന്നു, ഒരു അസ്ഥികൂടം പോലെ ആയിരിക്കുന്നു അവൾ. മകനെയും കാണിച്ചു കൊടുത്തു. അങ്ങനെ അപ്രതീക്ഷിതമായി മകനെയും തൻ്റെ ഭാര്യയെയും കിട്ടിയത് സന്തോഷിച്ച് സിഗ്ഫ്രഡ് നാട്ടിലേക്ക് വന്നു. അപ്പോൾ വേലക്കാർക്കെല്ലാം, വീട്ടിലെ ഭൃത്യജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി വലിയൊരു സ്വീകരണമാണ്. പൗരജനങ്ങൾ മുഴുവൻ ഈ കൊട്ടാരത്തിൽ തടിച്ചുകൂടി. അപ്പോൾ ഗോലയെ വധിക്കണമെന്നാണ്, ഈ കുഴപ്പക്കാരനായ ഗോലയെ വധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. പക്ഷേ ജെനിവീവ അത് തടഞ്ഞു. അയാളെ ജയിലിൽ തന്നെ ഇട്ടു. പക്ഷേ അയാൾക്ക് ഭ്രാന്തായി. ഗോലോയ്ക്ക് അയാളുടെ ശിക്ഷ, അയാളുടെ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അയാൾ കിട്ടി. അയാൾക്ക് ഭ്രാന്തായി. പിന്നെ വളരെ കാലം സുഖമായിട്ട് കഴിഞ്ഞു എന്നാണ് സാധാരണ. ഇതൊരു നാടോടിക്കഥയാണ്. ഈ നാടോടിക്കഥയെ പരിഷ്കരിച്ചെടുത്തതാണ്. ഇതിൻ്റെ ഇത് ഒരു സംഭവ കഥയാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ഏതായാലും ശരി, പ്രാർത്ഥനയുടെ മഹത്വം, വിശ്വാസത്തിൻ്റെ, ഏത് പ്രതികൂല സാഹചര്യത്തിലും അടിപതറാതെ ദൈവത്തിൽ മനസ്സുറപ്പിച്ച് പ്രാർത്ഥിക്കുന്നവന് ആ സങ്കടങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്ന് തലമുറകളെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ്. അത് ഭൂഖണ്ഡങ്ങളെയും നൂറ്റാണ്ടുകളെയും കടന്ന് ഇന്നും നിലനിൽക്കുന്ന ഒരു കഥയാണ് ജെനിവീവ എന്ന ഈ കൊച്ചു നോവൽ. ക്രിസ്തുദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരു കൃതിയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.